ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവാസ് വ്ളോഗ്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം, ആൻഡ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ തമിഴിൽ കൊടുത്തിരിക്കും മൈ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ തമിഴിലും കാണുന്നതൊക്കെ മനസ്സിലാവും, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഒരു ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ബട്ട് ഫസ്റ്റ് വീഡിയോ വെച്ചാൽ ഷോർട്സ് അല്ല ഞാൻ കൂട്ടുന്ന അല്ലാത്ത ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നി ഒന്നുകൂടെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കുന്നുള്ളൂ. തോന്നിയില്ല, ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ഇവാ മരിയ സാബു. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇത്രയുള്ളൂ, അത് വരും ക്ലാസ് മാത്രം, ഭാവത്തിലെല്ലാം അത് കാണണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാമെന്ന് ഓർത്തു. ശരിക്കും ഈ യൂട്യൂബ് തുടങ്ങിയത് ഞാൻ 3ാം ക്ലാസ്സിലാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ആക്കിയപ്പോഴേക്കും എനിക്കങ്ങനെ ഭയങ്കര ഇതും തോന്നാട്ടെ, ഭയങ്കര സബ്സ്ക്രൈബറല്ല ഒന്നുമല്ല, വരും 3 സബ്സ്ക്രൈബർ. പിന്നെ അതും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ ആ യൂട്യൂബ് ചാനൽ നിർത്തി. അത് ഞാൻ വീണ്ടും എനിക്ക് തോന്നി നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ അത് ആദ്യം ചെയ്യുക എന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി. അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. എന്ത് വിചാരിക്കും, എന്ത് എങ്ങനെ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ യൂട്യൂബിലെ കാര്യമൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഞാൻ കുറേയൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഇതൊക്കെ അറിയണത്. ഇങ്ങനെ തംബ്ലൈൻ കൊടുക്കുക, ക്യാപ്ഷൻ കൊടുക്കുക, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു പ്രായം വെച്ചുള്ള ഇതെനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഞാൻ ഇവാസ് വ്ളോഗ് എല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനൊരു ഇൻട്രൊഡക്ഷനാണ് ചെയ്യാൻ പോണേ. ഇനി ഇൻട്രൊഡക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കണ്ടതാണ് എൻ്റെ വീഡിയോൻ്റെ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അതൊക്കെ മാത്രം ഉൾപ്പെടുത്തി ഒരിതം. ഇപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയുമെന്നാണ് തന്നെ. അപ്പം ഞാൻ എന്തായാലും കുറച്ചൊക്കെ ആദ്യം തന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു. ഇനി എന്താണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ നമ്പർ വരെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എൻ്റെ ആ വീഡിയോ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര കോമഡിയായി തോന്നി. അതിനാൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും കൂടെ എടുക്കാൻ കൊടുത്തു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് വലിയതായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇപ്പം മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഏകദേശം അതിൻ്റെ രീതി കാലം എല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇനിയും നമുക്ക് അതിൽ എൻജോയ്ക്ക് ആയിട്ട് അങ്ങോട്ട് പോവാം ഞാൻ വിചാരിക്കുന്നു. എനിക്കാണെങ്കിലോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നന്നായി കിട്ടുന്നതിന് ഞാൻ അവിടെ നിന്ന് കുറേ നേരം എടുത്തു. കാരണം എനിക്ക് കൈ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് കൈക്ക് ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇനിയിപ്പോൾ എനിക്ക് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ തോട്ടമൊക്കെ ചെയ്യുക. എനിക്കതാണെങ്കിൽ ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ പിടിക്കാനും ചെയ്യാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ടേബിളിലൊക്കെ വെക്കുമ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ കുഞ്ഞു ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെച്ചത് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോസൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അല്ലാതെ ഇപ്പോൾ ഇന്ന് കാണിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ആദ്യം വിചാരിച്ചു ഫേസ് റിവ്യൂ ചെയ്യണോ എന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. പക്ഷെ ഫേസ് റിവ്യൂ ചെയ്യാത്ത ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ പറഞ്ഞാൽ അതിനുള്ള ഇതൊന്നും ഇല്ലാത്തതിനാൽ തന്നെ എനിക്ക് വലിയതായിട്ടൊന്നും അറിഞ്ഞുകൂടാതുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ക്രാഫ്റ്റൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതിനായിട്ട് ഇതൊക്കെ എല്ലാം ഒത്തുവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്സ് എന്ത് എനിക്ക് വേണം ഗൈസ്, അത് ഇമ്പോർട്ടൻറ്റ് തിങ്ക്. പിന്നെ എന്നെ കാണുന്നതും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ അറിഞ്ഞ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരോടൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കും ഗൈസ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആൾക്കാരിതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്ത് പറയും, ഇവൾ എന്താണ് ഈ കാണിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. വ്യൂവേഴ്സ് ഇല്ല, ലൈക്കില്ല, സബ്സ്ക്രൈബറില്ല, പുറത്ത് ഒരു കമൻറ്റ് പോലും ഇല്ല. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇങ്ങനെ ചുമ്മാ ഒരു കോപ്പറേറ്റ് കാണിച്ചു കൂട്ടണേന്നൊക്കെ കമൻറ്റ് വരുമ്പോൾ എനിക്ക് കുറേ പേടിയുണ്ട്. പക്ഷേ ഞാൻ എന്നാലിരുന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ ഉള്ളിൽ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കൊള്ളാമോ എന്നൊക്കെ ഓർത്താണ് അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പേടിയായിരുന്നു.
അപ്പോൾ ഞാൻ കുറച്ച് വലിയ പറഞ്ഞുകൂടെ വെറുപ്പിക്കുന്നില്ല, അതൊന്നും ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഓരോ യൂട്യൂബേഴ്സിനെ കണ്ടും മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കും, അതൊക്കെ കണ്ടിട്ടാണ് എല്ലാം കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഹകരിക്കണം. താങ്ക് യു. അപ്പോൾ പിന്നെ 10 സബ്സ്ക്രൈബർ അതിൻ്റെ ഒരു വീഡിയോ കിട്ടണമെന്ന് ഓർത്തിരിക്കുവാണ് ഞാനതൊക്കെ കഴിഞ്ഞു ഗൈസ്. എനിക്കിപ്പോൾ 12 സബ്സ്ക്രൈബർ ആയപ്പോഴാണ് ഗൈസ് മനസ്സാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടത്. ഞാനോട് അയ്യോ ഇപ്പോഴേക്ക് ഇത്ര സബ്സ്ക്രൈബറായിരുന്നു, 10 വരും കുഞ്ഞ് സബ്സ്ക്രൈബർ. പെട്ടെന്ന് ഇങ്ങനെ ആക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, ഒരു 20എങ്കിലും ആവണമെന്നോ ഇരിക്കുന്നത്. ആയാൽ കൊള്ളാം. കിട്ടിയ ചട്ടി ഇല്ലെങ്കിൽ അയ്യോ ഗൈസ്. അപ്പം എന്തായാലും പറഞ്ഞു വെറുപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നാണല്ലോ. അപ്പോൾ അതിനാൽ തന്നെ ഇപ്പം കിട്ടിയെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ്. ഇനി ഞങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിർത്തുന്നില്ല, അവിടെ തന്നെ കിട്ടും. ചുമ്മാ ഒന്നും ചെയ്യാതെ അങ്ങനെയൊന്നും അല്ല, നമുക്കെല്ലാം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. സയൻറ്റിസ്റ്റൊക്കെ എല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മളതിൻ്റെ ഇപ്പോൾ വളർന്നു വരുന്നല്ലോ. അതുകൊണ്ട് മാത്രം അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാനിങ്ങനെ കഴിഞ്ഞ വീഡിയോയുടെ പോലെ കുറേ കുഴപ്പിക്കലെല്ലാം കൂടെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇപ്പം നിർത്താൻ ഓർത്തതാണ്. പിന്നെ പറഞ്ഞു വന്നപ്പോഴേക്കും അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ സബ്സ്ക്രൈബ് ആരും മറക്കരുതൊന്നും. ഓക്കെ ഗൈസ്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ആണ് ഇനിയിപ്പോൾ എവിടെയും മൈ ലൈഫൊക്കെ ചെയ്യാൻ അടുത്ത് ഇരിക്കുന്ന ഗൈസ്. എല്ലാവരും വരണ വഴിക്ക് കാണാം, വരണമായിട്ട് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം. ഞാനിപ്പോൾ എത്രയിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. എന്തോ ഇങ്ങനെ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചവിട്ടി എന്നായതിനാൽ തന്നെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം പറയാം, ഈ വീഡിയോയിലെ എല്ലാ തിങ്സും ഞാൻ കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരാളിനെ കണ്ടിട്ടാണ് ചെയ്തത്. കടൽ ക്ലൗഡിലത്തെ ആര്യ എന്ന് പറഞ്ഞ ചേച്ചിക്ക് എൻ്റെ വക എല്ലാ താങ്ക്സ്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന മൊത്തം കടൽ ക്ലൗഡിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ഒരു ഇതിലൊക്കെയാണ് ഡയലോഗ് വരെ ഇങ്ങനെ അവരിൽ നിന്നാണ് കണ്ടുപിടിച്ചെടുക്കുന്നത്. കാരണം എനിക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, ഈ പ്രായത്തിൽ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുക. ബോക്സിങ് അതിനൊന്നും നിവൃത്തിയില്ല, ബട്ട് സാരയില്ല. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ഗൈസ്. എന്താ ഈ ഡയലോഗ് ഞാൻ 3 തവണ എടുത്ത് പറഞ്ഞു ഗൈസ്. എനിക്ക് ഈ ഒരു ഡയലോഗിലാണ് ഞാൻ പിടിച്ച് നിൽക്കുന്നത് തന്നെ. എന്തായാലും ഞാൻ കുറേ പറഞ്ഞുകൂടെ വെറുപ്പിക്കണ്ട എന്നെനിക്കുള്ളതിനാൽ തന്നെ ഞാൻ നിങ്ങളെ വെറുപ്പിക്കണില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ 1 മിനിറ്റ് ഓക്കെ. അപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും വെറുപ്പിക്കണില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ അതുവരെ ബൈ. ഹാപ്പി